ടീച്ചേഴ്സ് ഓൾറെഡി ലെസൺ പ്ലാനും എക്സാംസും ബാക്കി ക്ലാസ് റൂം മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അവർ ഓൾറെഡി ബി.എം കോഴ്സിൻ്റെ കൂട്ടത്തിൽ സൈക്കോളജി ഒരു പേപ്പറും പഠിക്കുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ എക്യുപ്ഡ് ആണോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ? ഇതാണ് ചോദ്യം. ആർക്ക് വേണമെങ്കിൽ ആ കോട്ടിങ് എടുത്തേ, ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് തോളത്തിട്ട് കഴിഞ്ഞാൽ ആകാൻ പറ്റുന്നൊരു കാര്യമല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ചെലവ് ചുരുക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇത് ഹെൽത്ത് ഇഷ്യൂസ് സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ഉണ്ട്. അത് തിരിച്ചറിയാൻ തക്ക രീതിയിൽ മാത്രമേ നമുക്കൊരു പേഴ്സണ് ഒരു ഷോർട്ട് ടേം കോഴ്സ് കൊണ്ട് എക്യുപ്പ് ചെയ്യാൻ പറ്റൂ. ഒരിക്കലും ഒരു സൈഡ് സ്കില്ലല്ല. വർഷങ്ങളുടെ എഡ്യൂക്കേഷനും സൂപ്പർവൈസ്ഡ് ട്രെയിനിങ്ങും ക്ലിനിക്കൽ പ്രാക്ടീസും എല്ലാം കൊണ്ടാണ് ഒരു പേഴ്സൺ സൈക്കോളജിസ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകുന്നത്. ഇങ്ങനെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും അവർ തെറാപ്പി കൊടുക്കാൻ കേപ്പബിൾ ആകില്ല. അത് ഗുണത്തെക്കാട്ടിയും ഏറെ ദോഷം ഉണ്ടാകത്തുള്ളൂ. സോ ശരിക്ക് ചിന്തിച്ചിട്ട് മാത്രം ഇത്തരം മെഷേഴ്സ് എടുക്കുക. ഇനി അടുത്തൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ഡബിൾ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ടീച്ചറിൻ്റെ അടുത്ത്, ഇനി കൗൺസിലർ ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരിക്കലും കംപ്ലീറ്റ് കാര്യങ്ങളും തുറന്നു പറയാൻ പോകുന്നില്ല. ബിക്കോസ് അവിടെ വേറൊരു റെസ്പോൺസിബിലിറ്റി, വേറൊരു റോളിലാണ് ആ കുട്ടി ആ ടീച്ചറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം രീതിയിൽ ചെലവ് ചുരുക്കാൻ നോക്കാതെ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത്.